എല്ലാവർക്കും ശ്രീ മാത്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ PSC ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഒരു ബാഗിന്റെ വാങ്ങിയ വില 240 രൂപ തന്നിട്ടുണ്ട്. ലാഭശതമാനം 20. അയാൾ വിറ്റ വില എത്ര? നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആ കാണണ്ട. കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട് 240. ലാഭം എത്രന്ന് ചോദിച്ചാൽ ലാഭശതമാനം 20%. ഏത്? കോസ്റ്റ് പ്രൈസിന്റെ 20%. കോസ്റ്റ് പ്രൈസ് എത്ര തന്നിട്ടുണ്ട്? 240ന്റെ 20%. അതായത് എത്ര രൂപ ലാഭം കിട്ടിയെന്ന് നോക്കാം. ഈ 2 0 വെട്ടിക്കളയും. 48 രൂപ ലാഭം കിട്ടി. അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ 48 കൂടെ കൂട്ടിയാൽ മതി. അതായത് നഷ്ടമാണെങ്കിൽ കുറയ്ക്കുക, ലാഭമാണെങ്കിൽ കൂട്ടുക. 240ന്റെ കൂടെ 48 കൂടെ കൂട്ടുക. 288 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില 240 തന്നിട്ടുണ്ട്. ലാഭശതമാനം 20% തന്നിട്ടുണ്ട്. അപ്പൊ ലാഭം എത്ര എമൗണ്ടാന്ന് അറിയാൻ വേണ്ടി ലാഭം കണ്ടുപിടിക്കാൻ, അതായത് കോസ്റ്റ് പ്രൈസിന്റെ 20%, വാങ്ങിയ വിലയുടെ 20%. കോസ്റ്റ് പ്രൈസ് എത്ര? 240. വാങ്ങിയ വില 240ന്റെ 20%. 240ന്റെ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 20% കോസ്റ്റ് പ്രൈസിന്റെ. അതായത് 0 വെട്ടിക്കഴിഞ്ഞാൽ 24 ഇൻറ്റു 2 48 രൂപ ലാഭം കിട്ടി. 240ന്റെ കൂടെ ലാഭം ആയതുകൊണ്ട് കോസ്റ്റ് പ്രൈസിന്റെ കൂടെ കൂട്ടുക. നഷ്ടമായിരുന്നേ കോസ്റ്റ് പ്രൈസിൽ നിന്ന് കുറയ്ക്കുക. 240ന്റെ കൂടെ 48 കൂടെ കൂട്ടിയാൽ 288 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നമുക്ക് ഒരു തുക ബാങ്കിൽ നിക്ഷേപിക്കുന്ന 20 വർഷത്തിന് ശേഷം ഇരട്ടിയായാൽ വാർഷിക സാധാരണ പലിശ നിരക്ക് എത്രയെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ തുക ഇരട്ടിയാകുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പലിശയും തുകയും തുല്യമാകും. അതായത് P=I. സാധാരണ പലിശയിൽ 20 വർഷത്തിന് ശേഷം ഇരട്ടിയായാൽ വാർഷിക സാധാരണ പലിശ നിരക്കാണ് ചോദിച്ചേക്കുന്നത്. 6 ചോദിച്ചേക്കുന്നത്. ഇവിടെ അങ്ങനെ തുക ഇരട്ടിയാകുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ട്. P=I. അതായത് I കാണാനൊരു ഫോർമുല ഉണ്ട്. PNR/100. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. PNR P × 100. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. P=I. അതായത് തുക ഇരട്ടിയാകുമ്പോൾ പലിശയും തുകയും തുല്യമാകും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. I കാണാനൊരു ഫോർമുല ഉണ്ട്. PNR/100. അതായത് P=I. PNR/100. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. PNR P × 100. ഈ P രണ്ട് സൈഡിലും ഉണ്ട്. അതുകൊണ്ട് കട്ട് ചെയ്യുക. N ഇവിടെ എത്ര വർഷം വന്നതാണ് N. അതായത് 20 വർഷം. N × R = 100. Pയും ക്യാൻസൽ ആകുന്നു. ഇവിടെ R = 100 കൂടെ കിടക്കുന്ന 20 കൊണ്ട് ഹരിക്കുന്നു. അതായത് 100/20 5 വരും. 5%. ഓപ്ഷൻ സി ആണ് ഉത്തരം. 5%. ഓപ്ഷൻ സി ആണ് ഉത്തരം. A:B എന്ന് പറഞ്ഞാൽ 7:9. A:B 7:9. B:C 5:7. അപ്പോൾ A:B എന്ന് പറഞ്ഞാൽ A/B എന്ന് പറയുന്നത് 7/9. B/C എന്ന് പറയുന്നത് 5/7. നമുക്ക് A/C ആണ് വേണ്ടത്. അതായത് A/B × B/C. അപ്പോൾ ഇത് രണ്ടും കട്ടായിട്ട് A/C കിട്ടും. A/Bയുടെ വില എത്രയാണ്? 7/9 × 5/7. 7 കട്ടായിട്ട് 5/9 കിട്ടും. A/C 5/9 ആണെങ്കിൽ A:C എന്ന് പറയുന്നത് 5:9 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. A:B 7:9. B:C 5:7. A:B 7:9 ആണെങ്കിൽ A/B എന്ന് പറയുന്നത് 7/9. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ അങ്ങനെയാണ്. B:C 5:7 ആണെങ്കിൽ B/C 5/7. നമുക്ക് A/C ആണ് വേണ്ടത്. അതായത് A/B × B/C. A/B × B/C എന്ന് പറയുമ്പോൾ ഈ B കട്ടായിട്ട് A/C കിട്ടും. അത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. 7/9 ×
5/7 7 കട്ടായിട്ട് 5/9 A/C 5/9 ആണെങ്കിൽ A/C എന്ന് പറയുന്നത് 5/9 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. നമുക്ക് ഈ ശ്രേണിയുടെ പ്രത്യേകത എന്തുവാന്ന് നോക്കാം. ആദ്യത്തെ അക്ഷരം എങ്ങനെയാണ് പോയേക്കുന്നത് നോക്കാം. NQI QTI NOPQ 2 അക്ഷരം വിട്ടിട്ട് മൂന്നാമത്തെ അക്ഷരം. ഇനി Q എന്തുവായി RST 2 അക്ഷരം വിട്ടിട്ട് മൂന്നാമത്തെ അക്ഷരം T കഴിഞ്ഞിട്ട് 2 അക്ഷരം വിടുക. UVW Wയിൽ വരുന്ന ഓരോ ഓപ്ഷനേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നായിരിക്കും ഉത്തരം. എന്നാലും ഒന്നുകൂടെ നോക്കാം. V എന്തുവായി Y WXY 2 അക്ഷരം വിട്ട് മൂന്നാമത്തെ അക്ഷരം. Y എന്തുവായി Z കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ A എന്നെണ്ണണം, കഴിഞ്ഞിട്ട് B. A മുതൽ Z കഴിഞ്ഞാൽ പിന്നെ ആദ്യമേ Z A ഇവിടെ B എന്നേരം എന്തുവാണ് CDE മൂന്നാമത്തെ അക്ഷരം WE. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ V എന്തുവാകും WX കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അക്ഷരം Y WEY. ഇനി Y കഴിഞ്ഞിട്ട് Z കഴിഞ്ഞാൽ പിന്നെ Aയും കഴിഞ്ഞിട്ട് B. Z കഴിഞ്ഞാൽ പിന്നെ Aയിലോട്ട് തന്നെ പോകണം. അപ്പം W തുടങ്ങുന്ന ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ശരി ഉത്തരം A. WE എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നോക്കാം. WE വരുന്ന ഒറ്റ എണ്ണമേ ഉള്ളൂ. ചൊവ്വാഴ്ചയാണെങ്കിൽ 68 ദിവസത്തിന് ശേഷം ഏത് ദിവസമായിരിക്കും എന്നറിയാൻ 68നെ 7 കൊണ്ട് ഹരിക്കുക. ഒരാഴ്ചയിൽ 7 ദിവസമാണല്ലോ. ശിഷ്ടം 5 കിട്ടുന്നു. അപ്പോൾ തന്നിരിക്കുന്ന ചൊവ്വയുടെ കൂടെ 5ഉം കൂടി കൂട്ടുക. അതായത് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തന്നിരിക്കുന്ന 68 ദിവസത്തിന് ശേഷം എന്ന് പറയുമ്പോൾ 68നെ 7 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം 5 കിട്ടുന്നു. ചൊവ്വയുടെ കൂടെ 5ഉം കൂടെ കൂട്ടുക. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 0.46 × 0.46 എന്ന് പറയാൻ 0.46 സ്ക്വയർ 2 തവണ പ്ലസ് 2 × 0.46 × 0.54 പ്ലസ് ഇതും 2 തവണ. അപ്പം 0.54 സ്ക്വയർ A² പ്ലസ് 2AB പ്ലസ് B² എന്നുള്ള മോഡൽ വരും. A² ആദ്യത്തേതിൻ്റെ സ്ക്വയർ പ്ലസ് 2 × ആദ്യത്തേത് അതിൻ്റെ രണ്ടാമത്തേത് പ്ലസ് B² A² പ്ലസ് 2AB പ്ലസ് B² ഡിവൈഡഡ് ബൈ 0.5. ഇതെന്ന് പറയുന്നത് നമുക്കൊരു സർവ്വസമവാക്യമുണ്ട്. A² പ്ലസ് 2AB പ്ലസ് B² എന്ന് പറഞ്ഞാൽ A പ്ലസ് B ദ ഹോൾ സ്ക്വയർ ആണ്. അത് കാണാൻ പഠിക്കുക, ഹൃദയസ്ഥാക്കുക. അതായത് ആദ്യത്തേത് പ്ലസ് രണ്ടാമത്തേത് അതിൻ്റെ ഹോൾ സ്ക്വയർ A പ്ലസ് B. എയുടെ സ്ഥാനത്ത് 0.46 A² പ്ലസ് 2 × A × B പ്ലസ് B² മോഡലാണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് 0.46ഉം ബിയുടെ സ്ഥാനത്ത് 0.54 ഹോൾ സ്ക്വയർ ബൈ 0.5 ഈക്വൽ ടു 0.46ഉം 0.54ഉം കൂടെ കൂട്ടുക. 1 കിട്ടും. 1 ഡിവൈഡഡ് ബൈ 0.5. അപ്പോൾ പോയിൻ്റ് പോകാൻ വേണ്ടി താഴെ മുകളിലും 10 ഇട്ട് ഗുണിക്കുക. 1 × 10 ബൈ 0.5 × 10 10 ബൈ 0.5ഉം 10 കൂടെ ഗുണിക്കുമ്പോൾ അതിൻ്റെ പോയിൻ്റ് അങ്ങ് പോകും. 10/5 2 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത് തന്നിരിക്കുന്ന 0.46 × 0.46 2 തവണ 0.46 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 × 0.46 × 0.54 2 × A × B മോഡൽ പ്ലസ് B² A² പ്ലസ് 2AB പ്ലസ് B² എന്ന് പറയുന്നത് A പ്ലസ് B ദ ഹോൾ സ്ക്വയർ. എയുടെ സ്ഥാനത്ത് 0.46 പ്ലസ് ബിയുടെ സ്ഥാനത്ത് 0.54 ദ ഹോൾ സ്ക്വയർ A പ്ലസ് B ദ ഹോൾ സ്ക്വയർ ബൈ 0.5. A പ്ലസ് B എന്ന് പറഞ്ഞാൽ 1 വരും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1.00. അപ്പോൾ 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ വരും ബൈ 0.5. 1/0.5 എന്ന് പറഞ്ഞാൽ പോയിൻ്റ് മാറാൻ വേണ്ടി രണ്ടിടത്തും 10 ഇട്ട് ഗുണിക്കുക. 0.5 × 10 മുകളിൽ 1 × 10 10/5 എന്ന് വരും. 2 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 - 1/5 ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം ക്രോസിന്. 1 × 5 - 1/5 ഇൻറ്റു 1 × 6 - 1/6 ഇൻറ്റു 1 × 7 - 1/7 ഇങ്ങനെ അങ്ങോട്ട് പോയി 1 × 100 - 1/100 ഇതിങ്ങനെ ക്രോസിനെടുക്കും. അപ്പോൾ എന്ത് വരും ഇവിടെ? 1 × 5 5 ൽ നിന്ന് 1 പോകെ 4/5 5 ൽ നിന്ന് പോകെ 4. ഇനി അടുത്ത 6 × 1 6 6 ൽ നിന്ന് പോകെ 5/6. ഇനി അടുത്ത 1 × 7 7 ൽ നിന്ന് പോകെ 6/7 ഇങ്ങനെ വന്ന് ഇവിടെ
99/100. അപ്പോൾ ഇതെല്ലാം ക്യാൻസലായി പോകും. പോയി അടുത്ത 7 അങ്ങനെ പോയി ആ ഫസ്റ്റും ലാസ്റ്റും മാത്രം ഉണ്ടാകും. അതായത് ബാക്കിയെല്ലാം ഇനി 98/99. അപ്പോൾ ഈ 99 എല്ലാം ക്യാൻസലായി നമുക്ക് ആദ്യത്തെ 4ഉം ലാസ്റ്റിലെ 100ഉം കാണും. അപ്പോൾ 1/25 കിട്ടും. ഓപ്ഷൻ ബി ആണ്. സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണ്. മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 ഇട്ട് ഗുണിക്കണം. ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയാം സ്പീഡ് ഇൻറ്റു ടൈമാണ്. ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 35.5 ഇൻറ്റു 18/5 അത്രയും കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ ഒരവറിൽ ഇത്ര. ഒരവർ എന്ന് പറയുന്നത് എത്ര മിനിറ്റാണ്? 60 മിനിറ്റാണ് ഒരവർ. അപ്പോൾ 1 മിനിറ്റ് കാണാൻ എന്ത് ചെയ്യണം? 1/60. ഇനി അപ്പം 40 മിനിറ്റ് നമുക്ക് ചോദിച്ചേക്കാം. 40 മിനിറ്റ് കാണാൻ എന്ത് ചെയ്യണം? 40/60. 1 മിനിറ്റ് 1/60. 40 മിനിറ്റ് രണ്ടിടത്ത് 40 വെച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ ടൈം കിട്ടി 40 മിനിറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് സമം ദൂരമാണ് ചോദിച്ചേക്കുന്നത്. സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 35.5 ഇൻറ്റു 18/5. കിലോമീറ്റർ പെർ അവറിലാക്കണം. കാരണം ഓപ്ഷനിൽ കിലോമീറ്ററിലാണ്. അതിന് 18/5 ഇട്ട് ഗുണിക്കണം. അപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം 40/60. 5 ഇത് കട്ട് ചെയ്യുമ്പോൾ 7.1. ഇത് കട്ട് ചെയ്തു 2 3 9. 7.1 ഇൻറ്റു 36/3 3 12. 12 ഇൻറ്റു 7.1 85.2 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 85.2 കിലോമീറ്റർ. നമുക്ക് ഒരു തുക ബാങ്കിൽ നിക്ഷേപിക്കുന്ന 20 വർഷത്തിന് ശേഷം ഇരട്ടിയായാൽ വാർഷിക സാധാരണ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ തുക ഇരട്ടിയാകുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പലിശയും തുകയും തുല്യമാകും. അതായത് P=I. സാധാരണ പലിശയിൽ 20 വർഷത്തിന് ശേഷം ഇരട്ടിയായാൽ വാർഷിക സാധാരണ പലിശ നിരക്കാണ് ചോദിച്ചേക്കുന്നത്. 6 ചോദിച്ചേക്കുന്നത്. ഇവിടെ അങ്ങനെ തുക ഇരട്ടിയാകുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ട്. P=I. അതായത് I കാണാനൊരു ഫോർമുല ഉണ്ട്. PNR/100. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. PNR P ഇൻറ്റു 100. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. P=I. തുക ഇരട്ടിയാകുമ്പോൾ പലിശയും തുകയും തുല്യമാകും. അങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട്. I കാണാനൊരു ഫോർമുല ഉണ്ട്. PNR/100. അതായത് P=I. PNR/100. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. PNR P ഇൻറ്റു 100. ഈ P രണ്ട് സൈഡിലും ഉണ്ടായതുകൊണ്ട് കട്ട് ചെയ്യുക. N ഇവിടെ എത്ര വർഷമാണെന്നതാണ് N. അതായത് 20 വർഷം. N ഇൻറ്റു R = 100. Pയും ക്യാൻസലാകുന്നു. ഇവിടെ R = 100 കൂടെ കിടക്കുന്ന 20 കൊണ്ട് ഹരിക്കുന്നു. അതായത് 100/20 5 വരും. 5%. ഓപ്ഷൻ സി ആണ് ഉത്തരം. 5%. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ ഒരു തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 20 വർഷത്തിന് ശേഷം തുക ഇരട്ടിയായാൽ വാർഷിക സാധാരണ പലിശ നിരക്ക് എത്ര? 6 ചോദിച്ചേക്കുന്നത്. വർഷത്തിൻ്റെ എണ്ണം N 20 വർഷം. തുക ഇരട്ടിയാകുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ട്. P=I. P എന്ന് പറയുന്ന തുക നിക്ഷേപ തുകയും പലിശയും തുല്യമാകും. അപ്പോൾ I കാണാനൊരു ഫോർമുല ഉണ്ട്. PNR/100 സാധാരണ പലിശ. അതായത് P=I. Iയുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P=PNR/100. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. P ഇൻറ്റു 100. PNR P ഇൻറ്റു 100. P ഒരു സൈഡ് രണ്ട് സൈഡിലും ഒരുപോലെ ഉണ്ടായതുകൊണ്ട് കട്ട് ചെയ്യുന്നു. NR 100. അപ്പോൾ R 100 കൂടെ കിടക്കുന്ന 20 കൊണ്ട് ഹരിക്കുന്നു. 100 ഡിവൈഡഡ് ബൈ 20 5%. ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്ലോക്കിൽ 12:40 12 മണി 40 മിനിറ്റ് ആകുമ്പോൾ സൂചികൾക്കിടയിലുള്ള കോണളവ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. 30h - 11/2m. ഇവിടെ 12 മണി 40 മിനിറ്റ്. മണി എന്ന് പറയുന്നത് 12, അവർ 12, മിനിറ്റ് 40. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഈ ഫോർമുല. 30 × 12 - 11/2 ഇൻറ്റു മിനിറ്റ് 40. കട്ട് ചെയ്യുമ്പോൾ 20. 12 × 30 360 - 11 × 20 220. അതായത് 140 ഡിഗ്രി കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം.
ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ 30h മൈനസ് 11/2m h 12 മണി 40 മിനിറ്റ്. മണി എത്ര, അവർ എത്ര, 30 ഇൻറ്റു h 12 എന്നുണ്ട് മണി, മൈനസ് 11/2 ഇൻറ്റു 40 മിനിറ്റ്. ഈ ഫോർമുലയിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 30h 30 ഇൻറ്റു 12 മണി, അവർ 12 മൈനസ് 11/2 ഇൻറ്റു 40 മിനിറ്റ്. ഇത് കട്ട് ചെയ്യുമ്പോൾ 12 ഇൻറ്റു 30 360 മൈനസ് 11 ഇൻറ്റു 20 220. അതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ 140 ഡിഗ്രി കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീമാത്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്